പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഇതോടൊപ്പം തന്നെ ഓർക്കുകയാണ്. IMS-ൽ സേവനം ചെയ്യുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഈ സമയത്ത് പ്രത്യേകം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രശാന്തച്ഛൻ്റെ മാതാപിതാക്കളെ ഓർക്കുന്നു. അവർ തൻ്റെ പ്രിയപുത്രനെ IMS സഭയ്ക്ക് വേണ്ടി സമ്മാനമായി തരുകയും അവർ ഇപ്പോൾ ഒത്തുകൂടി സ്വർഗത്തിൽ ആനന്ദിക്കുകയും ചെയ്യുകയാണ്. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ദുഃഖിതരായ നമ്മൾ ഓരോരുത്തരോടും കൂടെ ഈശോ ശക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ വിലപിക്കേണ്ട, എൻ്റെ മകൻ എന്നോട് കൂടെ ആയിരിക്കുകയാണ്. അവന് യാതൊരു പ്രയാസങ്ങളുമില്ല, അവന് യാതൊരു ദുഃഖങ്ങളുമില്ല, അവന് യാതൊരു വേദനകളുമില്ല. ഈ ആശ്വാസവചനങ്ങൾ നമ്മെ ശക്തരാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈശോനാഥൻ തൻ്റെ മകനെ സ്വീകരിച്ചുകൊണ്ട്, സ്വർഗത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സമ്മാനമായി തൻ്റെ കൂടെ ഇരുത്തുകയാണ്. ഒരു ചെറിയ കവിത ഓർമ്മയിൽ വരികയാണ്. വരമൊന്നെന്ന് തരാതുള്ളൂ, നരനാകുമെന്ന് എനിക്ക് നീ വരമെന്നറിഞ്ഞില്ലേ, മരണം മമ നിശ്ചിതം. കടവനാട് കുട്ടിക്കൃഷ്ണൻ കവിയാണ് ഇത് രചിച്ചിരിക്കുന്നത്. സുനിശ്ചിതമായ മരണം എപ്പോൾ വരുമെന്ന് അറിയാനുള്ള വരം ദൈവം മനുഷ്യർക്ക് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. മരണം കള്ളനെ പോലെ വരുമെന്ന് ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ്. സദാസമയം ജാഗരൂകരായിരിക്കാനും ഈശോ തൻ്റെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ജീവനുള്ള സകലതും മരിക്കണമെന്നത് സ്രഷ്ടാവിൻ്റെ തീരുമാനമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്താൽ ഇത് നടക്കാതെ പോകുകയില്ല. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. സകല ജീവജാലങ്ങളും മരിക്കുന്നു. മനുഷ്യരെ സംബന്ധിച്ച് മരണമെന്നത് മറ്റൊരു ജീവിതത്തിലേക്കുള്ള ജനനമാണ്. അപ്പോൾ നമ്മൾ എന്തിന് വിഷമിക്കണം, എന്തിന് ദുഃഖിക്കണം, എന്തിന് ആകുലപ്പെടണം മരണത്തെ ഓർത്ത്? മരണം ജീവിതത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ നമ്മൾ ആ യാത്രയാണ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനനം മുതൽ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം. ഇന്ന് നാം എല്ലാവരും ഹൃദയഭാരത്തോടെയും നന്ദിയോടുകൂടെയും ഒക്കെയാണ് ഇവിടെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രശാന്തച്ഛൻ നമ്മോടുകൂടെ ഇല്ല, നിശബ്ദനായിരിക്കുന്നു, ഒന്നും പറയാനില്ല. എല്ലാം പൂർത്തിയായി എന്നുള്ള ആ ഒരു വലിയ നിഗമനത്തിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ജീവിതം ആഘോഷിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. എന്തെന്നാൽ സ്വർഗരാജ്യം സ്വന്തമാക്കിയ പ്രശാന്തച്ഛൻ സന്തോഷത്തിലാണ്. അപ്പം അതുകൊണ്ട് പ്രശാന്തച്ഛനോടൊപ്പം നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യേണ്ടത്. IMS സന്യാസ സഭയിലെ ഒരു അംഗം എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം ഒരു അപൂർവ കരിസ്മയുടെ ഉടമയായതുകൊണ്ട് നിശബ്ദമായി എന്നാൽ ശക്തമായി പ്രകാശിക്കുന്ന ഒരു വെളിച്ചം ഉള്ളിൽ വഹിച്ചത് കൊണ്ടാണ് പ്രശാന്തച്ഛൻ തൻ്റെ ജനങ്ങളെ വളരെ ഇഷ്ടമുള്ള വ്യക്തിയായി രൂപാന്തരപ്പെട്ടത്. നിങ്ങളെല്ലാവരും ഇതിന് സാക്ഷിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രശാന്തച്ഛൻ ഡിസംബർ 2025 ഡിസംബർ 20 തൻ്റെ നിത്യ വാസസ്ഥലത്തേക്ക് യാത്രയായി. മിഷണറി എന്ന നിലയ്ക്ക്
മിഷൻ ദേശങ്ങളിൽ അച്ഛൻ ശുശ്രൂഷകൾ ചെയ്തു. മണിപ്പൂർ എന്ന സ്ഥലത്ത്, മണിപ്പൂരിനെ പറ്റി നിങ്ങളെല്ലാവരും ഈ കാലത്ത് അറിഞ്ഞു കാണും, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ. അപ്പം അവിടെയായിരുന്നു അച്ഛൻ കുറച്ചു കാലം, 7 വർഷത്തോളം അവിടെ ശുശ്രൂഷകൾ ചെയ്തു. അതിനുശേഷമാണ് അച്ഛൻ പുതിയ അപ്പോയിന്റ്മെന്റുമായി ആലപ്പുഴ IMS ഹൗസിലെത്തിയത്. അച്ഛൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്വപ്നമായ വചന പ്രഘോഷണവുമായിട്ടാണ് അച്ഛൻ കേരളത്തിലേക്ക് വന്നത്, നമ്മുടെ ഹൗസിലേക്ക് വന്നത്, ആലപ്പുഴയിലേക്ക് എത്തിച്ചേർന്നത്. കേരളത്തിൽ ഫലപ്രദമായ ഒരു കരിസ്മാറ്റിക് പ്രസംഗകനായിട്ട് അദ്ദേഹം മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ, അദ്ദേഹത്തിൻ്റെ പരിത്യാഗത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിലൂടെ അദ്ദേഹം വലിയ പ്രശസ്തി പ്രാപിച്ചു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും അച്ഛൻ്റെ പേര് വളരെ ശക്തമായിട്ട് വ്യാപിച്ചു. വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. ഞാൻ നല്ല പോരാട്ടം പൊരുതി, ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം കാത്തു സൂക്ഷിച്ചു. 2 തിമോത്തി 4:7. തീർച്ചയായും ഫാദർ പ്രശാന്ത് തൻ്റെ ഭൗമിക യാത്രയുടെ അവസാന നിമിഷം വരെ ഈ വാക്യം അചഞ്ചലമായ വിശ്വസ്തയോടെ ജീവിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അച്ഛനൊരു നല്ല ധ്യാനഗുരുവും നവീകരണത്തിന്റെ ഉപദേഷ്ടാവുമായിരുന്നു. 1988 തന്റെ പ്രഘോഷണ ശുശ്രൂഷയുടെ എളിയ തുടക്കം മുതൽ IMS ധ്യാനഭവനെ പൂർണ്ണമായും സംഘടിതമായ ഒരു ധ്യാനകേന്ദ്രമാക്കി വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം മൂലക്കല്ലായി മാറി. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, പാറമേൽ തന്റെ വീട് പണിത്. ആ വചനം നമ്മൾ ഓർക്കുകയാണ്. മത്തായി 7:24 പറയുന്നത് പോലെ പ്രശാന്ത് അച്ഛൻ പ്രാർത്ഥനയിലൂടെയും അച്ചടക്കത്തിലൂടെയും തൻ്റെ ജീവിതത്തെ നേരിട്ടു. ജീവിതത്തിൽ വന്ന എല്ലാ കൊടുങ്കാറ്റുകളെയും പൊരുതി വിജയത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ആത്മീയ നവീകരണത്തിന് അടിത്തറ പാകി. പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും മുഖ്യമായ ഒരു കാര്യം. പ്രാർത്ഥന വേരൂന്നിയ ജീവിതമായിരുന്നു പ്രശാന്ത് അച്ഛൻ്റേത്. പ്രാർത്ഥന അച്ഛന് ശ്വാസമായിരുന്നു. പലപ്പോഴും നമ്മൾ തിരക്കേറിയ സമയങ്ങളിൽ പോലും അച്ഛൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുമായിരുന്നു. ആരാധന ചാപ്പലിൽ പോയി മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം അച്ഛൻ പ്രാർത്ഥനയിലൂടെയാണ് തൻ്റെ ജീവിതത്തെ വിജയിപ്പിച്ചത് എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ല പ്രാർത്ഥനാ ജീവിതം അച്ഛൻ തീർച്ചയായിട്ടും നയിച്ചു എന്നുള്ളതാണ്. ആളുകൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്തത് ഈ പ്രാർത്ഥനാ ശക്തിയിലൂടെയാണ്. ഭാരങ്ങൾ ലഘൂകരിക്കാൻ അച്ഛൻ ജനങ്ങളോടുകൂടെ യാത്ര ചെയ്തു. ഇവിടെ കടന്നു വന്ന ഓരോരുത്തരെയും തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു. അവർക്ക് വേണ്ട സാന്ത്വനം നൽകി, അവർക്ക് വേണ്ട ശക്തി നൽകി. മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, യേശു നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല. ഇങ്ങനെ ആശംസിച്ചുകൊണ്ട്, ഇങ്ങനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട്, ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. കുട്ടികൾ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥന യാചിക്കുമായിരുന്നു. അതുപോലെ തന്നെ കർഷകർക്കുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ആകുലരും അതുപോലെ തന്നെ ദുഃഖിതരുമായിട്ടുള്ള എല്ലാവരെയും, പീഡിതരെ ഒക്കെ വരുന്ന അച്ഛൻ്റെ കരങ്ങളിലൂടെ പ്രാർത്ഥന യാചിക്കുമായിരുന്നു. അതെല്ലാം അച്ഛൻ ശക്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. രാവും പകലും ഇത് തന്നെ അച്ഛൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ പ്രശ്നങ്ങൾ തീർക്കാൻ അച്ഛൻ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു. പ്രാർത്ഥനകളിലൂടെ പ്രത്യേകിച്ച്
സമുദ്രതീരങ്ങളിലൊക്കെ പോയി അവരോടുകൂടെ അവരുടെ കാര്യങ്ങൾ തിരക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമ്മൾ അറിയുന്നു. അപ്പോൾ നല്ലൊരു പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ് അച്ഛൻ കടന്നുപോയത്. പ്രാർത്ഥനയ്ക്ക് ഒരു ഒഴിവ് കഴിവുമില്ലായിരുന്നു. ഭക്ഷണം പോയാലും അച്ഛൻ പ്രാർത്ഥന ഒഴിവാക്കുമായിരുന്നില്ല. ആത്മാക്കളുടെ ഇടയനായിരുന്നു അച്ഛൻ. സുവിശേഷത്തിന്റെ അഗ്നി തീഷ്ണതയോടെ വഹിച്ച ഒരു പ്രസംഗകനായിരുന്നു പ്രിയപ്പെട്ട പ്രശാന്ത് അച്ഛൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും പ്രസംഗമായിരുന്നില്ല, മറിച്ച് വിശക്കുന്നവർക്ക് ജീവനുള്ള അപ്പവും ദാഹിക്കുന്നവർക്ക് ജീവജലവുമായിരുന്നു. ക്ഷീണിതരും ഭാരമുള്ളവരുമായി നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു. ഇത് അക്ഷരം പ്രതി പാലിച്ച ഒരു വ്യക്തിയായിരുന്നു പ്രശാന്ത് അച്ഛൻ. യേശു പറഞ്ഞതുപോലെ കഴിഞ്ഞ 44 വർഷമായി ദശലക്ഷങ്ങൾക്ക് വിവിധ ധ്യാനങ്ങളിലൂടെയും വിവിധ ആത്മീയ കാര്യങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നവീകരണത്തിലൂടെയും അച്ഛൻ അവരെ മുന്നോട്ട് നടത്തി ഒരു നല്ല വ്യക്തിയാക്കി മാറ്റി, ഒരു നല്ല വിശ്വാസിയാക്കി മാറ്റി. അപ്പോൾ ഇതെല്ലാം അച്ഛൻ്റെ വലിയ പ്രാർത്ഥനയുടെ ഫലം. അതുമാത്രമല്ല, അച്ഛൻ്റെ ആ അടിയുറച്ച ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇങ്ങനെ അച്ഛൻ ഒരു ഉപകരണമായി മാറി, ദൈവത്തിൻ്റെ ഒരു മാതൃകയായി മാറി. നമുക്ക് നന്ദി പറയാം. ദൈവം പ്രശാന്ത് അച്ഛനെ എപ്പോഴും തൻ്റെ കരങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രശാന്ത് അച്ഛൻ കാരുണ്യത്തിന്റെ ഒരു ദാസനായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച അനാഥാലയങ്ങളിൽ പ്രത്യേകിച്ച് ദുരിതത്തിലായ പലരെയും, ദുഃഖിതരും പീഡിതരും ആയിട്ടുള്ള സഹോദരിമാരെയൊക്കെ കൈകൾ നീട്ടി സ്വീകരിച്ചു. മാനവതയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ മഹത്തായ സംഭാവന ഇവിടെ പ്രകാശപൂരിതമാണ്. ഇതിൽ ക്രിസ്തുവിൻ്റെ കൽപ്പന അദ്ദേഹം ഉൾക്കൊള്ളുന്നു. എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരാൾക്ക് നീ ചെയ്തതെല്ലാം നീ എനിക്ക് ചെയ്തു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം വാക്യം. അദ്ദേഹത്തിന്റെ കാരുണ്യം വാക്കുകളിൽ ഒതുങ്ങാതെ കാരുണ്യ പ്രവർത്തികളിലൂടെ പ്രകടമായിരുന്നു. നേതാക്കളുടെ പരിശീലകനായി പ്രശാന്ത് അച്ഛൻ തുടരുകയാണ്. കുറേയധികം ആളുകളെ, 400ഓളം ടീം മെമ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ആദ്യകാലങ്ങളിൽ പറഞ്ഞിരുന്നത്. അത് ശരി തന്നെയാണ്. ഇപ്പോഴും അനേകം പരിശീലകരെ, അനേകം ശുശ്രൂഷകരെ അച്ഛൻ തയ്യാറാക്കി. ദൈവവചനം പ്രഘോഷിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ സമൂഹത്തെ നിർമ്മിക്കുവാനും സമൂഹത്തെ നവവൽക്കരിക്കുവാനുമൊക്കെ പ്രശാന്ത് അച്ഛൻ അഹോരാത്രം പ്രയത്നിച്ചു. ദൈവത്തിന്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവരെ പ്രാപ്തരാക്കിക്കൊണ്ട് ഫാദർ പ്രശാന്ത് സാധാരണ സഹോദരങ്ങളെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. ക്വാളിഫിക്കേഷനോ അതല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ടോ ഇതൊന്നും നോക്കാതെ അവരെയൊക്കെ സ്വീകരിച്ചു. അവർക്കെല്ലാം സ്ഥാനം നൽകി, അവർക്കൊക്കെ വലിയ വലിയ അംഗീകാരം നൽകി എന്നുള്ളതാണ്. അവളെ പരിശീലിപ്പിക്കുകയും വളർത്തുകയും ചെയ്തു. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറയുന്നുണ്ട്, 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ, അപ്പോസ്തലിക ആത്മാവിനെ പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സംസ്ഥാനങ്ങളിലുടനീളം അതിനപ്പുറവും പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. നിങ്ങൾ ജെറുസലേമിലും യൂദയിലും ശമര്യയിലും ഭൂമിയിലെ അറ്റം വരെയും എൻ്റെ സാക്ഷികളായിരിക്കും. അച്ഛൻ ഇത് കാത്തു സൂക്ഷിച്ചു, ഇത് പാലിച്ചു, ഇത് മറ്റുള്ളവർക്ക് കൊടുത്തു. ഇത് യേശുവിൻ്റെ ഒരു സാക്ഷിയായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രശാന്ത് അച്ഛൻ അനുകമ്പയുടെ വ്യക്തിത്വമായിരുന്നു. ഹൃദയങ്ങളെ സ്പർശിച്ചു. മൃദുലവും ശാന്തവുമായ ഒരു വ്യക്തിത്വമായിരുന്നു. കോപിക്കുകയോ അസ്വസ്ഥമാകുകയോ
ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തി എപ്പോഴും ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്വീകരിക്കുന്നു, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് യേശുനാഥന് യാതൊരു ചോദ്യങ്ങളും പ്രശാന്തച്ചനോട് ചോദിക്കാനുണ്ടായിരിക്കുകയില്ല. പ്രശാന്തച്ചൻ പുതിയ അതിർത്തികളെ സ്വീകരിക്കുന്നതായിട്ട് നമ്മൾ ഈ കാലയളവിൽ കണ്ടിട്ടുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ പോലും അദ്ദേഹം നവീകരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല. അദ്ദേഹത്തിന്റെ ഓൺലൈൻ ശുശ്രൂഷ എണ്ണമറ്റ ആത്മാക്കളിലേക്ക് എത്തിയെന്നുള്ള ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവവചനം ബന്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുകയായിരുന്നു പ്രശാന്തച്ചൻ. 2 തിമോത്തി 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ഇതിലൂടെ സുവിശേഷം അതിരുകൾക്കും തലമുറകൾക്കും അതീതമായി ഹൃദയങ്ങളെ സ്പർശിക്കുന്നത് അദ്ദേഹം ഉറപ്പാക്കി. പ്രശാന്തച്ചൻ ഒരു പ്രസംഗകനേക്കാൾ കൂടുതലായിരുന്നു. അദ്ദേഹം ദൈവത്തിന്റെ ദാസനും ദുരിതമനുഭവിക്കുന്നവർക്ക് പിതാവും വിശ്വസ്തർക്ക് ഒരു ഇടയനും സമൂഹങ്ങളുടെ നിർമ്മാതാവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ യേശുവിന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു. നന്നായി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ കുറച്ച് കാര്യങ്ങൾ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ പല കാര്യങ്ങളുടെയും ചുമതല ഏൽപ്പിക്കും. സഭയ്ക്ക് മാത്രമല്ല രാശിക്കുമുള്ള അദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവനകൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിന് പൂർണ്ണമായി കീഴടങ്ങുമ്പോൾ ഫലങ്ങൾ അളക്കാനാവാത്ത വിധം വർദ്ധിക്കുമെന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളും. ഒരു താലന്ത് ഏൽപ്പിച്ചാൽ അതിനെ വർദ്ധിപ്പിക്കുക എന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തില് 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങള് താലന്തുകളുടെ ഉപമ വളരെ ശക്തമായിട്ടുള്ള ഒരു ഉപമയാണ്. അതെല്ലാം നമ്മൾ കൂടെ കൂടെ വായിക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ യാതൊരു കഴിവുകളിലും ഇല്ല എന്ന് തോന്നുന്ന സമയത്ത്, നമ്മളെ നോക്കുവാനോ നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനോ ആരുമില്ല എന്ന് പറയുന്ന സമയത്ത് ഈ വചനം എടുത്തു വായിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയങ്ങൾ ശക്തമാകും, നമ്മുടെ ജീവിതം ധന്യമാകും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെയാണ് പ്രശാന്തച്ചൻ തന്റെ എല്ലാ കഴിവുകളെയും പൂർണ്ണമായും വളർത്തിയെടുത്തു. പൂർണ്ണമായും അത് മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ചു. ഒരു നിമിഷം പോലും തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ തന്റെ കാര്യങ്ങൾ, അസുഖം വരുമ്പോൾ പോലും അങ്ങനെ അധികം ആരെയും ശല്യപ്പെടുത്താറില്ല, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാറില്ല, സഹിക്കാറേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു പ്രശാന്തച്ചൻ. ആരെങ്കിലുമൊക്കെ ശക്തമായിട്ട് ഫോഴ്സ് ചെയ്താൽ മാത്രമേ അച്ഛൻ ആശുപത്രികളിലേക്കോ ഡോക്ടറെയൊക്കെ കാണാനായിട്ട് പോകാറുള്ളൂ. അങ്ങനെയുള്ളൊരു സ്വഭാവം അച്ഛനുണ്ട്. അച്ഛൻ പറഞ്ഞു, എനിക്ക് സഹിക്കാൻ സാധിക്കുമെന്നൊക്കെ, അതൊന്നും ഒരു കുഴപ്പമല്ല, അതെല്ലാം ശരിയായിക്കോളും എന്ന് പറയും എപ്പോഴും. അങ്ങനെ അച്ഛൻ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ താലന്തുകൾ പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തി എന്നുള്ളതിന് നമ്മൾ എല്ലാവരും സാക്ഷികളാണ്. പ്രശാന്തച്ചൻ്റെ വലിയ ഒരു മഹത്തായ സമ്മാനം, പ്രശാന്തച്ചൻ നമ്മൾക്ക് എല്ലാവർക്കും ഒരു മഹത്തായ സമ്മാനമാണെന്നുള്ളത് ഞങ്ങൾ എല്ലാവരും നന്ദിയോടെ ഓർക്കുകയാണ്. നമുക്ക് നന്ദി പറയാം. ഇന്ത്യൻ മിഷണറി സൊസൈറ്റിയുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സമർപ്പിത സേവനങ്ങൾ സുവർണ ലിപികളിൽ എഴുതപ്പെടും. മുഴുവൻ IMS സഭയ്ക്കും പ്രശാന്തച്ചൻ ഒരു വലിയ മാതൃകയായി മാറിയിരിക്കുകയാണ്. ദൈവം അദ്ദേഹത്തിന്റെ ആത്മാവിനെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥിക്കാം. അദ്ദേഹം നിത്യവാസത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ നടക്കാനും സ്നേഹത്തോടെ സേവിക്കാനും ധൈര്യത്തോടെ പ്രഖ്യാപിക്കുവാനും അദ്ദേഹത്തിന്റെ ഓർമ്മ നമ്മെ പ്രചോദിപ്പിക്കേണ്ടിയിരിക്കുന്നു. മരണം കൊണ്ട് മരണത്തെ കീഴടക്കിയ ലോകൈക ഗുരുവിൻ്റെ അന്ത്യത്തിൽ
പങ്കുപറ്റാൻ ദൈവജനത്തെ ശക്തരാക്കുന്ന മരണത്തെ കൊണ്ട് അസ്വസ്ഥമാകേണ്ടതില്ല. അസ്വസ്ഥമായിരിക്കുകയാണ്. പ്രശാന്തച്ചൻ ഇല്ലല്ലോ, പ്രശാന്തച്ചൻ ദിവംഗതനായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അസ്വസ്ഥമാകുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുവിൻ യേശു പറയുന്നു. ഈശോ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുവിൻ എന്ന്. ഈശോയിലും അവിടുത്തെ വചനത്തിലും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കും, നിങ്ങൾ നിത്യം ജീവിക്കും എന്നുള്ളതാണ് വചനത്തിൽ പറയുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ ഞാൻ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ പറയുന്നു. ഇപ്രകാരം പ്രശാന്തച്ചൻ യേശുനാഥനിലേക്ക് നയിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കും ഉത്ഥാനത്തിന്റെ സന്തോഷത്തിൽ പങ്കുപറ്റി പൗലോസിനോടൊപ്പം ചോദിക്കാം, മരണമേ നിന്റെ വിഷദംശനം എവിടെ? മരണത്തിന്റെ വിഷദംശനമായ വിഷദംശനം എവിടെ? മരണത്തിന്റെ വിഷദംശനമായ പാപത്തെ നമുക്ക് തീർത്തും ഉപേക്ഷിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ ജീവിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എന്നിൽ ജീവിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിത്യജീവന്റെ അച്ചാരമായ പരിശുദ്ധ കുർബാന മരണം കൊണ്ട് മരണത്തെ കീഴ്പ്പെടുത്തിയ പ്രക്രിയയിലെ നിർണായക നിമിഷമായ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്ഥാനത്തിൻ്റെ സന്തോഷം ലഭിക്കാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാം. പ്രശാന്തച്ചൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുമാറാകട്ടെ. ആമേൻ.